കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്കാട്ടോ ഇന്ന് നമ്മൾ പോകുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം നിധിയുടെ അച്ഛൻ അവളെ കാണാൻ വേണ്ടിയിട്ട് സുധീഷിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് ഭാസ്കരൻ വീട്ടിന് മുന്നിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാസ്കരനെ കണ്ടപാടെ തന്നെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയതിന് ശേഷം ഒരു വല്ലാത്ത ഞെട്ടലാണ് ഉണ്ടായത്. എന്നിട്ട് അതൊന്നും പുറത്തെ കാണിക്കാതെ തന്നെ അയാൾ വീടിനകത്തേക്ക് കയറുന്നുണ്ട്. അയാൾ വീടിനകത്തോട്ട് കയറുമ്പോൾ നിധി റൂമിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് തൻ്റെ അച്ഛനെ ആ വീട്ടിൽ വെച്ച് കാണുന്ന നിധി ഓടി വന്ന് വിളിക്കുന്നുണ്ട് അച്ഛ എന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, മോളെ ഇവിടെയാണോ നീ താമസം എന്ന് ചോദിക്കുമ്പോൾ, അതേ അച്ഛ, ഇതാണ് സുധീഷിൻ്റെ വീട്, അച്ഛൻ എന്തേ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ടേക്കല്ലാതെ പിന്നെ എങ്ങോട്ടാ മോളെ പോവേണ്ടത്, നീ എൻ്റെ മോളല്ലേ, നീ ഞങ്ങളെയൊന്നും വേണ്ടാന്ന് വെച്ച് പോയി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുമോ, എത്ര ദിവസമായി മോളെ നിന്നെ കണ്ടിട്ട് എന്നൊക്കെ പറയുമ്പോൾ അവൾക്കങ്ങ് വല്ലാതെ സങ്കടമാവുന്നുണ്ട്. അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അച്ഛ എല്ലാത്തിനും എന്നോട് ക്ഷമിക്കണോ അച്ഛ, അന്ന് ആ വിവാഹത്തിന് അച്ഛൻ ഉറച്ചു നിന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്, അല്ലാതെ ആരെയും വേദനിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല എന്ന്. ആ സമയത്ത് അയാൾ പറയുന്നുണ്ട്, പോട്ടെ മോളെ, കഴിഞ്ഞതെല്ലാം പോട്ടെ, ഇനി എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ശത്രുത ഞാൻ വയ്ക്കുന്നില്ല, ആ പിണക്കമൊക്കെ ഞാൻ അവസാനിപ്പിക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, അതുകൊണ്ട് ഇനി എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പിണക്കം ഇല്ല, നീയും സുധീഷും ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്ന്. അപ്പോൾ നിധി പറയുന്നുണ്ട്, അവൾക്ക് വലിയ സന്തോഷമാവുകയാണ്, തൻ്റെ അച്ഛൻ ഇത്രയും കാലത്തിന് ശേഷം അവളെ കാണാൻ വന്നിരിക്കുന്നു, നല്ലതായിട്ട് പെരുമാറുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ശരി അച്ഛാ, ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് വരാമെന്ന്. ആ സമയത്ത് തന്നെയാണ് ഭാസ്കരൻ ഇതൊക്കെ കാണുന്ന സമയത്ത് ദേഷ്യം വന്ന് വീട്ടിൽ വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ നിധി ഓടി വന്ന് പറയുന്നുണ്ട്, അച്ഛാ ഇതാണ് സുധീഷിൻ്റെ അച്ഛൻ. പക്ഷേ ഭാസ്കരനാണെങ്കിൽ അയാളെ കണ്ട പാടെ തന്നെ ദേഷ്യം വന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അയാളും ആ ഒരു ഭാവമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്താ അച്ഛാ കാണിക്കുന്നത്, എൻ്റെ അച്ഛനല്ലേ വീട്ടിലേക്ക് വന്നത്, അപ്പോൾ അച്ഛൻ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്, അച്ഛൻ ഇത്ര സ്നേഹത്തോടു കൂടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്, നമ്മളുമായിട്ടുള്ള പിണക്കമൊക്കെ അവസാനിപ്പിച്ച് അച്ഛൻ പഴയതുപോലെ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അത് അച്ഛൻ ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ച് വിളിച്ചിട്ടുമുണ്ട്, അതിനല്ലേ അച്ഛാ വന്നത്, അപ്പോൾ ഇങ്ങനെയാണോ കാണിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഭാസ്കരൻ തിരിച്ചവളോട് ഒരക്ഷരം പോലും മിണ്ടാതെ തന്നെയാണ് തിരിച്ച് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നത്. ഭാസ്കരൻ അങ്ങനെ ഒന്നും മിണ്ടാതെ വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ നിധിക്ക് വല്ലാത്ത സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവൾ പറയുന്നുണ്ട്, അച്ഛൻ എന്തോ സങ്കടം മനസ്സിലുണ്ട്, അതുകൊണ്ടാ അച്ഛ, അല്ലാതെ മറ്റൊന്നും അച്ഛൻ മനസ്സിൽ വെച്ചേക്കരുതേ എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇല്ല മോളെ, പോട്ടെ, സാരമില്ല എന്ന്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ അവൾ സുഭാഷിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അച്ഛാ ഇതാണ് സുഭാഷ് ഏട്ടൻ, എല്ലാവരോടും ഒത്തിരി സ്നേഹമാണ് സുഭാഷ് ഏട്ടന്, എൻ്റെ ചേട്ടനിൽ നിന്ന് കിട്ടാത്ത സ്നേഹമെല്ലാം എനിക്ക് കിട്ടുന്നത് സുഭാഷ് ഏട്ടനിലൂടെയാണ്. സുഭാഷ് ഏട്ടൻ എത്ര നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുമെന്ന് അച്ഛനറിയാവോ, ഞാനിവിടെ വന്നേ പിന്നെ സുഭാഷ് ഏട്ടനെ കണ്ടിട്ട് ഒത്തിരി കറികൾ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുമുണ്ട്, സുഭാഷ് ഏട്ടൻ എത്ര നന്നായിട്ട് ചായ ഉണ്ടാക്കും, സുഭാഷ് ഏട്ടാ അച്ഛന് വേണ്ടിയിട്ട് സുഭാഷ് ഏട്ടൻ്റെ വക നല്ലൊരു ചായ ഇട്ടുകൊണ്ട് വന്നേ എന്ന് പറയുമ്പോൾ സുഭാഷ് വളരെ സന്തോഷത്തോടു കൂടെ തന്നെയാണ് അയാളോട് സംസാരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, സാർ ഇവിടെ ഇരിക്കണം, ഞാൻ ചായ ഇട്ടിട്ട് ഇപ്പോൾ വരാം കേട്ടോ എന്ന്. അങ്ങനെ അച്ഛനും മകളും തമ്മിൽ പല കാര്യങ്ങളിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് സുഭാഷ് ചായ ആയിട്ട് വരുന്നത്. ആ സമയത്ത് അയാൾ ചായ കുടിച്ചിട്ട് പറയുന്നുണ്ട്, ഓ നല്ല ചായ ആണല്ലോ, ഞാൻ ഒത്തിരി നാളായി ഇതുപോലത്തെ നല്ല ചായ കുടിച്ചിട്ട്, അപ്പോൾ സുഭാഷിന് പാചകമൊക്കെ അറിയാം അല്ലേ, അപ്പോൾ എൻ്റെ മോൾക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന് പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അയ്യോ സാറേ അങ്ങനെയൊന്നുമില്ല, എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്, പാവം നിധി അവൾ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്, അവൾ അത്രയും വലിയൊരു വീട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഇത്രയും അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കുന്നില്ലേ, അത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമല്ലേ എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സുധീഷ് പുറത്തു പോയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നിധിയുടെ അച്ഛനെ കാണുമ്പോൾ അവൾ വല്ലാതെ അങ്ങ് പേടിക്കുന്നുണ്ട്. നിധിയെ കൊണ്ടുപോകാൻ എങ്ങാനോ വന്നതായിരിക്കും എന്നാണ് അയാൾ വിചാരിച്ചിരുന്നത്. പക്ഷേ നിധിയുടെ അടുത്ത് വെച്ച് സുധീഷിനോട് വളരെ സ്നേഹത്തോടു കൂടിയാണ് നിധിയുടെ അച്ഛൻ പെരുമാറിയത്. മോനെ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. മോനെ, നീയും നിധിയുമായിട്ട് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം, നിന്നോടുള്ള പിണക്കമൊക്കെ എനിക്ക് മാറിക്കഴിഞ്ഞു, ഇനി എത്ര നാൾ ഇങ്ങനെ പിണങ്ങിയിരിക്കാൻ സാധിക്കും, ഞങ്ങളെ മോളെ കാണണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന് വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അയാൾ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് സുധീഷിനെ അടുത്തേക്ക് വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. സുധീഷ് വലിയ സന്തോഷത്തോടു കൂടിയാണ് അയാൾ അടുത്തേക്ക് വരുന്നത്.
ആ സമയത്ത് അയാൾ പറയുന്നുണ്ട്, നീ എന്താടാ വിചാരിച്ചിരുന്നത്? നിന്നെ ഞാൻ വലിയ സ്നേഹത്തോടു കൂടി സ്വീകരിച്ചെന്നോ? ഒരിക്കലുമില്ല. അത് അവൾ കാണാനുള്ള നാടകമാണ്. ഇതെൻ്റെ ആദ്യത്തെ നാടകമാണ്. നീ ഇനി കണ്ടോ, അവളെ നിന്നിൽ നിന്നും പിരിക്കുന്നത് വരെ ഞാൻ ഇനി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. അവളിപ്പോൾ വിചാരിച്ചിരിക്കുന്നുണ്ടായിരിക്കും അച്ഛൻ അവളുടെ പിണക്കമൊക്കെ മറന്ന് അവളെ സ്നേഹിച്ചു തുടങ്ങിയെന്ന്. ഇതെൻ്റെ വെറും നാടകം മാത്രമാണ്. ഒരിക്കലും അവസാനിക്കില്ല എനിക്ക് അവളോടുള്ള ദേഷ്യമൊന്നും. നിന്നെയും അവളെയും തമ്മിൽ പിരിക്കുന്നത് വരെ ഇനി എൻ്റെ നാടകം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. നീ കണ്ടോ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അവളെ നിന്നിൽ നിന്നും അകത്തി സൂര്യയ്ക്ക് കല്യാണം കഴിച്ചു കൊടുക്കും ഞാൻ. അതിനുള്ള ആദ്യ പടിയാണിത്. ഇപ്പോൾ നീ എന്ത് പറഞ്ഞിരുന്നാലും അവളത് വിശ്വസിക്കില്ല. അവൾ വിശ്വസിച്ചിരിക്കുന്നത് അവളുടെ അച്ഛൻ പിണക്കമല്ല മാറി അവളെ സ്വീകരിച്ചു എന്നാണ്. എൻ്റെ മകള് ഇവിടെ കഴിയേണ്ടവളല്ല. ഇത്രയും ചെറ്റ കുടിലാണോ എൻ്റെ മകള് താമസിക്കുന്നത്? അവളെ ഞാൻ എത്ര പൊന്നുപോലെ എത്ര ആർഭാടമായിട്ട് നോക്കിയിരുന്നതാണ്. വലിയ വീടിനകത്ത് ബാത്റൂം, ഇവിടെയാണെങ്കിലോ ഒരു ചെറ്റ കുടില്. അടുക്കളയിലൊക്കെ കണ്ടാൽ പച്ചവെള്ളം കുടിക്കാൻ പോലും തോന്നില്ല. എന്നിട്ട് അവൻ്റെ ചേട്ടൻ ചായ ഇട്ടുകൊണ്ട് വന്നേക്കുന്നു. നാണമില്ലേ നിനക്കൊക്കെ എൻ്റെ മോളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന് താമസിപ്പിക്കാൻ? അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് സുധീഷിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. സുധീഷ് പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നിധി നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ കള്ള അഭിനയമൊക്കെ അവൾ വിശ്വസിച്ച് നിങ്ങളോടൊപ്പം വരുമെന്ന്. അത് നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞാൻ ജീവിച്ചിരിക്കും കാലത്തോളം അവൾ എന്നെ ഇനി വിട്ട് മറ്റൊരുത്തരെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിരുന്നാലും അത് നടക്കില്ല. ഞാൻ അവളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ കൊണ്ടുവന്ന് ആ ഒരു പണക്കാരനെ കെട്ടിച്ചു കൊടുക്കാനല്ലേ നോക്കുന്നത്? അല്ലാതെ നിങ്ങളുടെ മോളുടെ സന്തോഷവും സുഖവും ഒന്നും നിങ്ങൾക്ക് അറിയണ്ടല്ലോ. നിങ്ങൾക്കൊരു പണക്കാരൻ്റെ തലയിലേക്ക് നിങ്ങളുടെ മോളെ കെട്ടിവെക്കണം. അവളുടെ സ്വപ്നങ്ങളും അവളുടെ പ്രതീക്ഷകളും ഒന്നും നിങ്ങൾക്ക് അറിയണ്ടായിരുന്നു. അവൾ എത്രത്തോളം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. അവൾക്കൊരു ജോലി വേണമെന്ന് അവൾ എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു. അതൊന്നും വകവയ്ക്കാതെ നിങ്ങൾ ആ ഒരു സൈക്കോയുടെ തലയിലേക്ക് ആ ഒരു പാവം പെണ്ണിനെ കെട്ടിവെക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്നും രക്ഷിച്ചുകൊണ്ട് വന്നത്. ഇനി നിങ്ങൾക്ക് വിട്ടുതരുന്ന പ്രശ്നമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് അയാൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. തിരിച്ചങ്ങനെ ദേഷ്യത്തോടു കൂടി തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തേക്ക് ഇറങ്ങി കാറ് റോഡിലേക്ക് എത്തുന്ന സമയത്ത് തന്നെയാണ് ഭാസ്കരൻ വരുന്നത് കാണുന്നത്. ഭാസ്കരനെയും തടഞ്ഞു നിർത്തി അയാൾ കുറേ ദേഷ്യപ്പെടുന്നുണ്ട്. ആദ്യം നീ എൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ചു. ഇപ്പോൾ ആ ഒരു വാശി തീർക്കാൻ കരുതി എൻ്റെ മോളെയും നിന്റെ മോൻ വശത്താക്കി. നിന്റെ കുടുംബം ഞാൻ രക്ഷപ്പെടാൻ അനുവദിക്കില്ലടാ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അയാൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അതിൻ്റെ ദേഷ്യത്തിൽ തന്നെയാണ് ഭാസ്കരൻ തിരിച്ച് വീട്ടിലേക്ക് കയറി വരുന്നത്. ഭാസ്കരൻ വരുന്ന സമയത്ത് നിധി അയാളോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്താ അച്ഛ ഇങ്ങനെ കാണിക്കണോ? എൻ്റെ അച്ഛൻ വീട്ടിൽ വന്ന് എത്ര നന്നായിട്ടാണ് നിങ്ങളോട് പെരുമാറിയത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മാന്യതയോടുകൂടി എൻ്റെ അച്ഛനോട് പെരുമാറിക്കൂടായിരുന്നോ? പാവോ അച്ഛൻ എത്ര സങ്കടത്തോടു കൂടിയാണ് ഇറങ്ങിപ്പോയത്. പാവോ അച്ഛൻ എല്ലാ പിണക്കവും മറന്ന് ഞങ്ങളെ സ്വീകരിച്ച് ഞങ്ങൾ രണ്ടുപേരെയും വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾ അച്ഛനോട് പെരുമാറിയത് ഇത്രയും ഇങ്ങനെ വളരെ മോശമായി പോയച്ച എന്ന് പറയുന്ന സമയത്ത് ഭാസ്കരൻ അവളുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, മോളെ നിനക്ക് എന്തറിയാം നിന്റെ അച്ഛനെ പറ്റി? നിനക്കൊന്നും അറിയില്ല. അയാൾ നിന്റെ മുന്നിൽ അയാൾ അഭിനയിക്കുകയായിരുന്നു. അയാൾ ഒരു ദുഷ്ടനാണ്. ഇനി എന്തായാലും ഞാൻ ആ കാര്യം മറച്ചു വയ്ക്കുന്നില്ല. ഞാൻ പല പ്രാവശ്യം വിചാരിച്ചിരുന്നതാണ് നിന്നോടത് തുറന്നു പറയാമെന്ന്. നിനക്കത് എത്രത്തോളം വിഷമം ഉണ്ടാക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നോട് അത് പറയാതിരുന്നത്. അയാൾ ആദ്യം ഈ വീട്ടിലോട്ട് കയറി വന്നപ്പോൾ തന്നെ കോളറിന് കുത്തിപ്പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിയേണ്ടതായിരുന്നു. അത്രത്തോളം ദുഷ്ടതയാണ് അയാൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തത്. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, അച്ഛൻ എന്താ ഈ പറയുന്നത്? തലയ്ക്ക് വെളിവില്ലേ അച്ഛ? എന്ത് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണല്ലോ അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അച്ഛന് മുന്നേ പരിചയം ഉണ്ടായിരുന്നോ? അതോ അച്ഛന് എന്താ പറ്റിയത് അച്ഛ? പുറത്തു പോയി നല്ലോണം മദ്യപിച്ചു അല്ലേ? എന്നിട്ട് വന്നിട്ട് എന്തോ തലയ്ക്ക് വെളിവില്ലാതെ ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, മോളെ നീ എന്നെ അല്ലെങ്കിൽ നോക്കിക്കോ, ഞാൻ ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ല. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. നീ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നിന്നെ കണ്ട അന്നു മുതൽ എനിക്കിത് നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ നീ അതെങ്ങനെ പ്രതികരിക്കുമെന്നും നിനക്ക് എങ്ങനെ അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇത്രയും നാളും നിന്നിൽ നിന്നും ആ സത്യം ഞാൻ മറച്ചു വെച്ചത്. അപ്പോൾ നിധി പറയുന്നുണ്ട്, എന്താ അച്ഛ, എന്തായാലും അച്ഛൻ എന്നോട് പറയൂ. അച്ഛന് നേരത്തെ എൻ്റെ അച്ഛനെ പരിചയമുണ്ടായിരുന്നോ? അതുകൊണ്ടാണോ അച്ഛൻ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോയത് എന്ന്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, മോളെ നിന്റെ സുധീഷിൻ്റെ അമ്മയാണ് നിന്റെ അച്ഛൻ്റെ പെങ്ങൾ. അത് കേൾക്കുന്ന ഉടനെ തന്നെ നിധി വല്ലാതെ അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ അച്ഛ ഈ പറയുന്നത്? എൻ്റെ അപ്പച്ചി അച്ഛൻ്റെ ഭാര്യയായിരുന്നോ? സുധീഷിൻ്റെ അമ്മയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ ബാക്കി കഥകളെല്ലാം പറയുന്നുണ്ട്. അതേ മോളെ, നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഏറെക്കുറെ എൻ്റെ ജീവിതത്തിലും സംഭവിച്ചിരുന്നു. നിന്റെ അച്ഛൻ
സുധീഷിൻ്റെ അമ്മയെ, അതായത് നിന്റെ അപ്പച്ചിയെ, ഒരു പണക്കാരനെ കൊണ്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. അവൾ പഠിക്കുന്ന സമയത്ത് അയാളുമായിട്ടുള്ള കല്യാണ ബന്ധം ഉറപ്പിച്ചു. അയാൾക്ക് ഒരു വലിയ രോഗമുണ്ടായിരുന്നു. 6 മാസത്തോളോ 7 മാസത്തോളോ ജീവിക്കുമെന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയത്. പക്ഷെ അയാൾ വലിയൊരു പണക്കാരനായിരുന്നത് കൊണ്ട് തന്നെ നിന്റെ അച്ഛൻ അവളെ കൊണ്ട് ആ കല്യാണം കഴിപ്പിക്കാൻ നിർബന്ധിച്ചു. ഒരിക്കലും അതിന് കഴിയില്ല എന്നവൾ പറഞ്ഞെങ്കിലും അവളെ ഭീഷണിപ്പെടുത്തി. നീ അയാളെ കല്യാണം കഴിച്ചാൽ നിനക്ക് എന്താ നഷ്ടം വന്ന് പോകുന്നത്? 6 മാസം കഴിഞ്ഞാൽ അയാൾ മരിച്ചാൽ നിനക്കെന്താ? മറ്റൊരാളെ കൊണ്ട് നിന്നെ ഞാൻ കല്യാണം കഴിപ്പിക്കാം, പക്ഷേ ആ സ്വത്തുക്കളെല്ലാം നിന്റെ പേരിലാക്കണം. അങ്ങനെ ഒരുപാട് സ്വത്തിന് വേണ്ടിയിട്ട് നിന്റെ അച്ഛൻ അവളെ കൊണ്ട് മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ചു. അവളുടെ അമ്മയ്ക്കും അച്ഛനും അന്ന് ആ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അവർ വിചാരിച്ചിരുന്നത് മകളെ നല്ലൊരു കുടുംബത്തിലേക്ക് കല്യാണം കഴിപ്പിക്കണം എന്ന് മാത്രമാണ്. അവർക്ക് ഇയാളൊരു രോഗിയായിരുന്നെന്നോ 6-7 മാസം കഴിയുമ്പോൾ മരിക്കുന്ന വിധത്തിലുള്ള രോഗമാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അവരൊരു നല്ല കുടുംബമാണെന്ന് നിന്റെ അച്ഛൻ അവരെ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെയാണ് ആ ഒരു കല്യാണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ദിവസം കല്യാണത്തിനുള്ള സാധനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി വീട്ടിലുള്ള എല്ലാവരും പുറത്തേക്ക് പോയ സമയത്ത് നിന്റെ അപ്പച്ചിയെ വീടിനകത്ത് പൂട്ടിയിട്ടിട്ടാണ് നിന്റെ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ സമയത്ത് നിന്റെ വീട്ടിലെ ലോറി ഡ്രൈവറായിരുന്നു ഞാൻ. അവൾ കതകിൽ തട്ടുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ഏതോ റൂമിൻ്റെ കതക് തട്ടുന്നത് കേട്ടിട്ട് ഞാൻ പെട്ടെന്ന് അത് തുറന്നു കൊടുത്തു. ആ സമയത്താണ് അവൾ എന്നോട് കഥയെല്ലാം പറയുന്നത്. അവളുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് എന്നും അവൾക്കതിന് താല്പര്യമില്ലാതെയാണ് അവളുടെ ചേട്ടൻ നിർബന്ധിച്ച് അവളെ വിവാഹത്തിന് സമ്മതിപ്പിച്ചത് എന്നും അവളെ ഈ വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അവൾ ജീവിച്ചിരിക്കില്ല എന്നും അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകണമെന്നും അവൾ എന്നോട് കാല് പിടിച്ച് അപേക്ഷിച്ചു. അവൾ എന്നിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞു. ഞാൻ എന്ന് മുതലാണോ ആ വീട്ടിൻ്റെ ലോറി ഡ്രൈവറായിട്ട് അവിടെ ചെന്നത്, അന്ന് അവൾ എന്നെ കണ്ട നാൾ മുതൽ അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു അത്രേ. പക്ഷേ അവളുടെ അച്ഛനെയും അമ്മയെയും നിന്റെ അച്ഛനെയും ഒക്കെ പേടിച്ചിട്ട് അവൾ ഇത് ആരോടും പുറത്തു പറഞ്ഞില്ല. ഇത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അവളെ കൊന്നുകളയുമെന്ന് അവൾക്കറിയാമായിരുന്നു. കുടുംബത്തിൻ്റെ നിലവാരവും എല്ലാം നോക്കിയിട്ടല്ലേ അവർ ബന്ധം ഉറപ്പിക്കുകയുള്ളൂ. അന്ന് ഞാനൊരു കൂലിപ്പണിക്കാരൻ, ഈ വീട്ടിൻ്റെ ലോറി ഡ്രൈവർ, ഒരു നിവൃത്തിയും ഇല്ലാത്തവൻ. എന്നെ കൊണ്ട് എന്തായാലും കല്യാണം കഴിപ്പിക്കില്ല എന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അവൾ എന്നിട്ട് എന്നോട് കാല് പിടിച്ചു പറഞ്ഞു, എന്നെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് രക്ഷിക്കണം, എന്നെ ഇവിടെ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോകുമോ എന്ന്. ആദ്യമൊക്കെ ഞാൻ അവളോട് എതിർത്തുവെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ അവളോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞുവെങ്കിലും അവൾ അവസാനം പറഞ്ഞു, എന്നെ നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ എൻ്റെ ശവം കാണേണ്ടി വരും. അവർ തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന്. അങ്ങനെ പറഞ്ഞതിനെ തുടർന്നാണ് ഞാൻ അവളെ കല്യാണം കഴിച്ച് മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ഞങ്ങൾ സുഖമായിട്ട് ജീവിച്ചു. ആദ്യം 1-2 തവണയൊക്കെ നിന്റെ അച്ഛൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോഴാണ് നിന്റെ അപ്പൂപ്പനും അമ്മമ്മയ്ക്കും ഒക്കെ ആ സത്യങ്ങൾ തിരിച്ചറിയുന്നത്. ഒരു രോഗിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ് നിന്റെ അച്ഛൻ തീരുമാനിച്ചിരുന്നത് എന്നും അവരുടെ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് അയാൾ ഇത്രയധികം നിർബന്ധം പിടിച്ചിരുന്നത് എന്നും. അതിനുശേഷം നിന്റെ അച്ഛനെ അവർ പറഞ്ഞു മനസ്സിലാക്കി, ഇനി മേലാൽ അവളെ അന്വേഷിച്ച് നീ അങ്ങോട്ട് ചെല്ലുകയോ അവിടെ ചെന്ന് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യരുത് എന്ന്. അതിനെ തുടർന്നാണ് പിന്നെ അയാൾ ഞങ്ങളെ അന്വേഷിച്ച് വരാതിരുന്നത്. ഞങ്ങൾ ഒരുപാട് നാൾ സന്തോഷത്തോടു കൂടി ജീവിച്ചു. ഞങ്ങൾക്ക് 3 മക്കളുണ്ടായി. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോട് ജീവിച്ചു വരികയായിരുന്നു. ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നിനക്കിത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നീ വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട് നിനക്ക് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. സുധീഷിൻ്റെ അമ്മയുടെ ഫോട്ടോയും നിന്റെ അച്ഛനും കൂടെ നിൽക്കുന്നത്. അപ്പോൾ നിനക്കത് ബോധ്യമാവുമല്ലോ. അങ്ങനെ ഭാസ്കരൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സുധീഷിൻ്റെ അമ്മയുടെയും അവളുടെ അച്ഛൻ്റെയും ഫോട്ടോ നേരെ നിധിയെ കാണിക്കുകയാണ്. നിധി അത് കാണുമ്പോൾ തന്നെ വല്ലാതെ അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, ഇത് ഞാൻ ഇത്രയും നാളും സൂക്ഷിച്ചു വച്ചിരുന്നത് അവൾക്ക് വേണ്ടിയായിരുന്നു. അവൾക്ക് ഈ ഫോട്ടോ വലിയ ഇഷ്ടമായിരുന്നു. അവൾ അന്ന് ആ വീട്ടിൽ നിന്നും കൊണ്ടുവന്നപ്പോൾ അവൾ ആകപ്പാടെ എടുത്തത് ഈ ഒരു ഒറ്റ ഫോട്ടോ മാത്രമായിരുന്നു. അവൾക്ക് നിന്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾ എന്നോട് പറഞ്ഞു, ഞാൻ വേറെ ഒരു സാധനവും എടുക്കുന്നില്ല, ഞാൻ ഈ ഒരു ഒറ്റ ഫോട്ടോ മാത്രം കൊണ്ടുവന്നോളാം എന്ന്. ആ സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു, വേണ്ട, നമുക്കൊന്നും വേണ്ട, നീ ഒന്നും എടുക്കണ്ട, ശരി നിനക്ക് ഈ ഫോട്ടോ മാത്രമാണ് വേണമെന്നുണ്ടെങ്കിൽ നീ ആ ഫോട്ടോ എടുത്തോളൂ എന്ന്.
അങ്ങനെ അവൾ ഈ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വച്ചിരുന്നു. ഒരു കേടുപാടും വരാതെ അവളൊരു പെട്ടിക്കകത്ത് അടച്ച് സൂക്ഷിച്ചു വച്ചിരുന്നു. എന്നും അവളെടുത്ത് ആ ഒരു ഫോട്ടോ നോക്കി കരയുമായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നിൻ്റെ അച്ഛനോട് അവൾക്ക്. പക്ഷേ അയാൾ കാണിച്ചതോ പണത്തിന് വേണ്ടിയിട്ട്, ഏതോ ഒരുത്തിന് വേണ്ടിയിട്ട് അവളെ കല്യാണം ആലോചിച്ചു. അതവൾക്ക് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് നിൻ്റെ അച്ഛനെ എതിർത്ത് അവൾ എന്നോടൊപ്പം ഇറങ്ങി വന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിധിക്ക് വല്ലാത്ത സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് അവൾ ഭാസ്കരനോട് പറയുന്നുണ്ട്, അച്ഛാ അങ്ങനെയായിരുന്നു അച്ഛാ, എന്നോട് ക്ഷമിക്കണം, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് അച്ഛൻ പെട്ടെന്ന് എന്തോ ദേഷ്യത്തിൽ അങ്ങ് ഇറങ്ങിപ്പോയെന്നാണ്. എൻ്റെ അച്ഛനെ അപമാനിക്കാൻ ശ്രമിച്ചതുപോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് ദേഷ്യപ്പെട്ടത്. എൻ്റെ അച്ഛൻ പണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അച്ഛാ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അച്ഛൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മുഖംമൂടി ഉണ്ടെന്നുള്ള കാര്യം. ശരിയായിരിക്കും അച്ഛാ, എൻ്റെ ജീവിതത്തിലും ഏറെക്കുറെ അങ്ങനെയല്ലേ സംഭവിച്ചത്. അച്ഛൻ ആഗ്രഹിച്ച അയാളെ കൊണ്ട്, ആ സൂര്യനെ കൊണ്ട് എന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അയാളാണെങ്കിലോ എത്ര വൃത്തികെട്ടവൻ. എൻ്റെ കാര്യങ്ങൾ, അയാൾക്ക് അയാളുടെ കാര്യം മാത്രം, എൻ്റെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒന്നും അയാൾക്ക് അറിയാൻ പോലും താല്പര്യമില്ലായിരുന്നു. എപ്പോഴും അയാളുടെ ആവശ്യങ്ങളും സ്വപ്നങ്ങളും മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പലതും പറയാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ അയാൾ അത് തടഞ്ഞു. അയാൾക്ക് അയാളുടെ കാര്യം മാത്രം. അച്ഛനോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു എനിക്ക് ആ വിവാഹബന്ധം വേണ്ട എന്ന്. പക്ഷെ അതൊന്നും അച്ഛൻ കേൾക്കാൻ പോലും തയ്യാറായില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നത്. ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എൻ്റെ അച്ഛൻ ഇത്രയും ക്രൂരനായിരുന്നു. ഞാൻ എൻ്റെ അച്ഛനെ എന്തുമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു. അച്ഛൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ദുഷ്ടനുണ്ടായിരുന്നുവെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന്. ആ സമയത്ത് ഭാസ്കരൻ നിധിയെ തലവടിക്കൊണ്ട് പറയുന്നുണ്ട്, മോളെ അതൊക്കെ പോട്ടെ, നിനക്ക് ഒരച്ഛനെ നഷ്ടപ്പെട്ടുവെങ്കിൽ നിന്റെ ആ അച്ഛൻ്റെ സ്ഥാനത്ത് മറ്റൊരച്ഛനെ നിനക്ക് കിട്ടിയില്ലേ? ഞാൻ നിന്നെ ഇപ്പോൾ എന്നെ ഒരു മോളെ പോലെയല്ലേ കരുതുന്നത്? അതുപോലെ നിന്റെ സ്വന്തം ചേട്ടനേക്കാളേറെ നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ചേട്ടന്മാര്, നിന്റെ അനിയന്മാര്, അവരൊക്കെ ഉള്ളപ്പോൾ നീ ഇനി എന്തിനാ സങ്കടപ്പെടുന്നത്? അതിന്റെ കാര്യമൊന്നും ആലോചിച്ച് മോളിനി ഒരിക്കലും സങ്കടപ്പെടണ്ട. ഇനി നിന്റെ കണ്ണ് നിറയാൻ ഞങ്ങൾ അനുവദിക്കില്ല. നിനക്കിവിടെ സന്തോഷത്തോടു കൂടി എത്ര നാൾ ജീവിക്കണമെന്ന് വെച്ചാലും ഇവിടെ തന്നെ കഴിയാം. അതിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നിധിക്ക് വല്ലാത്ത സങ്കടവും. അവൾ കരഞ്ഞുകൊണ്ട് തന്നെ ഭാസ്കരനോട് പറയുന്നുണ്ട്, സോറി അച്ഛ, ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തിയതിൽ 1000 സോറി എന്ന്. എന്നിട്ട് നിധിയും ഭാസ്കരനോട് പറയുന്നുണ്ട്, അതേ അച്ഛ, എൻ്റെ ഒരച്ഛൻ പോയെങ്കിൽ എനിക്ക് മറ്റൊരച്ഛനെ കിട്ടി. എന്നെ സ്നേഹിക്കുന്ന ഒരച്ഛൻ, എന്നെ സ്നേഹിക്കുന്ന മറ്റു കൂടപ്പിറപ്പുകൾ, എനിക്ക് അത് മാത്രം മതി. സുഭാഷ് ഏട്ടനും നികേഷും ഹരീഷും ഒക്കെ എന്നെ ഒരു കൂടപ്പിറപ്പിനെ പോലെ തന്നെയാണ് സ്നേഹിക്കുന്നത്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ പറഞ്ഞ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.